യുവേഫ ചാമ്പ്യൻസ് ലീഗ് പ്ലേ ഓഫിന്റെ സെക്കൻഡ് ലെഗ് റയൽ മാഡ്രിഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി. നമ്മളെല്ലാവരും ഒരു വാശിയേറിയ പോരാട്ടമൊക്കെ എക്സ്പെക്ട് ചെയ്തപ്പോൾ ഇറ്റ് വാസ് ജസ്റ്റ് കിലിയൻ എംബാപ്പി ഷോ. ഞാനുള്ള കാര്യം തുറന്നു പറയാം. മാച്ചിലെ ആ ഒരു ഫസ്റ്റ് ഗോൾ 4-ാം മിനിറ്റിൽ എംബാപ്പെ സ്കോർ ചെയ്തപ്പോൾ തന്നെ ഈ ഒരു മാച്ചിന്റെ എൻഡ് റിസൾട്ട് എന്താന്നുള്ളത് ഏകദേശം തീരുമാനമായിട്ടുണ്ടായിരുന്നു. എക്സ്പെഷ്യലി ആ ഒരു ഗോളിന് ശേഷമുള്ള സിറ്റിയുടെ പെർഫോമൻസ് കൂടെ കണ്ടപ്പോൾ അവർക്ക് ആകെ ഉണ്ടായിരുന്ന ഇച്ചിരി പ്രതീക്ഷയും കോൺഫിഡൻസും ഒക്കെ ആ ഒരു ഗോളിൽ തീർന്നു. ആൻഡ് ആ ഒരു ഗോൾ കൺസീഡ് ചെയ്ത വിധം സോ ബാഡ്. വളരെ പുവർ ആയിട്ടുള്ള ഡിഫെൻഡിങ്. സിറ്റിയുടെ ഗോൾ കീപ്പർ ആയാലും 2 സെൻട്രൽ ഡിഫൻഡേഴ്സ് ആയാലും അത്രക്കും പുവർ ആയിട്ടുള്ള ഒരു ഡിഫെൻഡിങ്. അങ്ങനെയൊക്കെ ആണെങ്കിലും അസെൻസിയോയുടെ പാസും എംബാപ്പെ സറൗണ്ടിങ് മനസ്സിലാക്കി ഫസ്റ്റ് ടൈം അത് ഫിനിഷ് ചെയ്തതും അതെടുത്ത് തന്നെ പറയണം. ഈ ഒരു ഗോളിന് ശേഷം കാര്യങ്ങൾ വളരെ സിമ്പിളാ. ഓക്കെ, റയൽ മാഡ്രിഡിന് ബോൾ കിട്ടണു, അവരുടെ അറ്റാക്കേഴ്സിന്റെ കയ്യിൽ പന്ത് കിട്ടിയ സിറ്റി വിറക്കണു. റയൽ മാഡ്രിഡ് പൊസഷൻ കീപ്പ് ചെയ്യണു. നിങ്ങൾ ആലോചിക്കണം, റയൽ മാഡ്രിഡ് സിറ്റിക്കെതിരെ പൊസഷൻ അത്രക്കും ഈസി ആയിട്ട് കീപ്പ് ചെയ്യണു, ചാൻസസ് ക്രിയേറ്റ് ചെയ്യണു, അടുപ്പിച്ച് കോർണേഴ്സ് കിട്ടണു. സിറ്റിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയണില്ല. ബെല്ലിംഗം, വിനീഷ്യസ്, റോഡ്രിഗോ ആൻഡ് എംബാപ്പെ, റയൽ മാഡ്രിഡിന്റെ സ്റ്റാർ പ്ലേയേഴ്സ് എല്ലാവരും ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ഗോള്. അത്രക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗോൾ എന്ന് തന്നെ പറയാം. ജസ്റ്റ് ഈ ഗോൾസ് മാത്രമല്ല, അതിന്റെ പുറമേയുള്ള ആ ഒരു ബിൽഡപ്പ് അത് 1.5 മിനിറ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഗോൾസ് മാത്രമേ കാണുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആൻഡ് ഓഫ് കോഴ്സ് എംബാപ്പയുടെ ഫുട് വർക്ക്, ഗോർഡിയോളനെ നിലത്ത് കിടത്തി ഉറക്കി അത് നമുക്ക് ചൂണ്ടി കാണിച്ച ഒരു മനസ്സ്. താങ്ക് യു എംബാപ്പി. ഞങ്ങൾ അല്ലെങ്കിൽ കണ്ടിട്ടില്ലേനോ. നാണം കെടുത്തതിനൊക്കെ ഒരു പരിധി ഉണ്ട്. സെക്കൻഡ് ഗോൾ കൂടെ കൺസീഡ് ചെയ്തപ്പോൾ സിറ്റിന്റെ കാര്യം ഫുള്ള് തീരുമാനമായി തന്നെ പറയാ. അവർക്ക് പിന്നെ വേണ്ട, എംബാപ്പന്റെ കാലിലൊക്കെ പന്ത് കിട്ടുമ്പോൾ ഇറ്റങ്ങള് ആ ഒരു സ്പേസ് ക്ലോസ് ചെയ്യാനൊന്നും നോക്കണില്ല. അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുക. അത്രക്കും ഫ്രീ ആയിട്ടാണ് മാഡ്രിഡ് പ്ലേയേഴ്സ് കളിച്ചത്. ആൻഡ് ഇതുപോലെയുള്ള ഒരു മൊമെന്റ് മുതലെടുത്തിട്ട് തന്നെ ആളുടെ റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് എവർ UCL ഹാട്രിക് ആള് സ്കോർ ചെയ്തു. മാച്ചിന്റെ ലാസ്റ്റ് മിനിറ്റിലൊക്കെ ആയിട്ട് സിറ്റി ഒരു കോൺസലേഷൻ ഗോളൊക്കെ അടിച്ചെങ്കിലും മൊത്തത്തിൽ സിറ്റിനെ ഓവർ റൂൾ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആണ് റയൽ മാഡ്രിഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അവർക്ക് വേണ്ടി കളിച്ച ഓരോ പ്ലെയറും അത്രക്കും കിഡിലൻ പെർഫോമൻസ്. ഹാളണ്ടിനെ ഇറക്കാതെ, KDB ഇറക്കാതെ, എന്താ പറയാ, പെപ്പ് ഒരു വെറൈറ്റി ഒക്കെ ട്രൈ ചെയ്തെങ്കിലും അത് ഒരു ഇച്ചിരി പോലും വർക്കായില്ല എന്ന് ഇനിയിപ്പോ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ട. അഗെയിൻ പെപ്പിന്റെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആളുടെ റിയാക്ഷൻസ് ഒക്കെ കാണുമ്പോൾ ചെറിയ വിഷമൊക്കെ വരുന്നുണ്ടെങ്കിലും ഞാൻ എപ്പോഴും പറയണ പോലെ ഹോൾഡ് ദാറ്റ്. മറ്റുള്ള UCL റിസൾട്ട്സ് നോക്കുമ്പോൾ ഒരു ലീഗിന് മാത്രം അടിയോടടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റലിയെ റെപ്രസെന്റ് ചെയ്ത് വന്ന അറ്റലാന്റ പുറത്തായി, യുവന്റസ് പുറത്തായി, ആൻഡ് ഓഫ് കോഴ്സ് AC മിലാനും പുറത്തായി. PSG ഒരു ഉളുപ്പില്ലാതെ ബൂബീസിനെ മുതലെടുക്കുകയാണ്. 7-0 2 ലെഗിലും കൂടെ ആയിട്ട് 10 ഗോളിനൊക്കെയാണ് തോൽപ്പിച്ചിട്ടുള്ളത്. ഐ മീൻ, ബൂബീസിന്റെ കൈ കിട്ടിയാലും ഞാനും ചിലപ്പോൾ മുതലെടുക്കും. ഓരെ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രീമിയർ ലീഗിലും ഒരു ഇമ്പോർട്ടന്റ് മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു, ആസ്റ്റൺ വില്ല വേഴ്സസ് ലിവർപൂൾ. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ലിവർപൂൾ ആ മാച്ചിൽ നിന്ന് ഒരു പോയിന്റ് നേടിയെടുത്തിട്ടുണ്ട്. അതായത് ആഴ്സണൽ അവരുടെ നെക്സ്റ്റ് മാച്ച് ജയിച്ചാൽ പോലും 5 പോയിന്റിന്റെ ലീഡ് ലിവർപൂളിന് മെയിൻറ്റെയിൻ ചെയ്യാം. അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളും കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക്, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.